ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കലാവിദ്യാഭ്യാസം പഠന സഹായി സ്റ്റാൻഡേർഡ് 7-ന്റെ ബാക്കി പോർഷനിലേക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സംഗീതവുമായി ബന്ധപ്പെട്ട് PSCയിൽ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള SCRT ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ സീരീസും നിങ്ങൾ മുഴുവനായി കാണുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാനായിട്ട് ടെലഗ്രാമിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് പ്രേമസംഗീതത്തിൽ ഉള്ളൂരിൻ്റെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനു മേന്മേൽ അമൃതമയം. അപ്പം നമുക്ക് ചോദിക്കാം, ഈ വരികൾ ആരുടേതാണെന്ന് ചോദിക്കാം. ആരുടേതാണ്? ഉള്ളൂരിൻ്റേതാണെന്ന് ഓർത്ത് വയ്ക്കുക. ഒപ്പം തന്നെ കാവ്യനർത്തകയിൽ ചങ്ങമ്പുഴയുടെ വഴികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കനകച്ചീലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. അപ്പം ഇതിൽ ചോദ്യം വരാം, ഈ വരികൾ ആരുടേതാണെന്ന് ചോദിക്കാം. ചങ്ങമ്പുഴയുടേതാണ്, കാവ്യ നർത്തകിയിലേത്. ഓക്കെ, അപ്പോൾ നമുക്ക് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ദിവസവും നടക്കുന്ന നമ്മളുടെ സൗജന്യ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ അൺഅക്കാഡമി പ്ലസ് ഫീച്ചേഴ്സ്, നിങ്ങൾക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് ഇഷ്ടമുള്ള അധ്യാപകരിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും, കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് കവറേജും, ഫ്രീ മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ടെസ്റ്റുകളെല്ലാം അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ താല്പര്യമുള്ളവർ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കുക. ജോയിൻ ചെയ്യുന്ന സമയത്ത് 10% ഫീസ് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് ഷാഫി ഐ എന്ന റെഫറൽ കോഡും ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളുടെ ക്ലാസ്. ആദ്യമേ നമ്മൾ പറയാൻ പോകുന്നത് ജർമ്മൻകാരനായ ലുഡ്വിഗ് വാൻ ബീഥോവനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം ലോക പ്രശസ്തനായിട്ടുള്ള ജർമ്മൻ സംഗീതജ്ഞനും ഒപ്പം തന്നെ പിയാനോ വിദഗ്ധനുമാണ്. വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് തൻ്റെ സംഗീതത്തിലുള്ള കഴിവ് തിരിച്ചറിയുകയും പ്രകടമാക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനായ ജൊഹാൻ വൺ ബീഥോവനിൽ നിന്നും അഭ്യസിച്ച ശേഷം പ്രശസ്ത സംഗീതജ്ഞനായിരുന്ന ക്രിസ്ത്യൻ ഗോഡ്ലോബ് നിഫയുടെ കീഴിൽ അദ്ദേഹം ഉപരിപഠനത്തിനായിട്ട് ചേരുകയും ചെയ്തു. ഒപ്പം തന്നെ നമ്മളുടെ ലോകത്ത് വളരെയേറെ ആദരിക്കപ്പെട്ടതും ഒപ്പം തന്നെ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി തന്നെയായിരുന്നു ബീഥോവൻ. ഒപ്പം വിഖ്യാത സംഗീതജ്ഞനായിരുന്ന ജോസഫ് ഹേഡറോടൊപ്പം പഠിച്ച ബീഥോവൻ പെട്ടെന്ന് തന്നെ പിയാനോ വിദഗ്ധനായി പ്രസിദ്ധി ആർജിക്കുകയും ചെയ്തു. അദ്ദേഹം 20 വയസ്സ് മുതൽ കേൾവിശക്തി പതുക്കെ കുറയാൻ തുടങ്ങിയെങ്കിലും തൻ്റെ പ്രസിദ്ധങ്ങളായ സൃഷ്ടികൾക്ക് സംഗീതം നൽകുകയും അവ അവതരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആയിട്ടും കേൾവിശക്തി നഷ്ടമായതിനു ശേഷം തൻ്റെ 9ാമത് സിംഫണി പൂർത്തിയാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ് ഫർ എലൈസ് എന്ന് പറയുന്നത്. ഫർ എലൈസ് ആരുടേതാണ്? ലുഡ്വിഗ് വാൻ ബീഥോവൻ്റേതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് യൂണിറ്റ് 2 നമുക്ക് താൻസനെ കുറിച്ച് പറഞ്ഞ ഒരു പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഒന്നാണ്, സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഒന്നാണ് അക്ബർ ചക്രവർത്തിയുടെ നവരത്ന. അതായത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ആരുടെ പണ്ഡിത സദസ്സിലെ വ്യക്തികളായിരുന്നു നവരത്നങ്ങൾ എന്ന് ചോദിക്കാറുണ്ട്. ആരുടേതാണ്? അത് അക്ബറിൻ്റേതാണെന്ന് ഓർത്തു വയ്ക്കണം, അക്ബറിൻ്റെ. അപ്പം അക്ബർ ചക്രവർത്തിയുടെ പണ്ഡിത സദസ്സിലെ ആസ്ഥാന ഗായകനായിരുന്നു ആര്? താൻസൻ എന്ന് പറയുന്ന വ്യക്തി, മിയ താൻസൻ. അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സംഗീത സാമ്രാട്ട് എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. ഓക്കെ, രാംതനു പാണ്ഡെ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വരുന്നത്. പ്രസിദ്ധ കവിയായിരുന്ന മകരൻ പാണ്ഡെയനാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം താൻസർ രേവയിലെ മഹാരാജാവായിരുന്ന രാജ രാമചന്ദ്ര ബെഹ്കേലിൻ്റെ കൊട്ടാര ഗായകന്മാരിൽ ഒരാളായിരുന്നു. ആ രാജാവാണ് താൻസൻ എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത്. ആലാപനത്തിൽ എന്ന പോലെ സംഗീത രചനയിലും താൻസൻ ഒരു ഇതിഹാസ പുരുഷനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രാചീന ഹിന്ദിയായിരുന്ന ബ്രിജ് ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ എല്ലാ രചനകളും നിർവഹിച്ചിട്ടുള്ളത്. അക്ബർ ചക്രവർത്തി താൻസന് സർ എന്നതിന് സമാനമായ മിയ എന്ന പദവി കൊടുത്തിട്ടുണ്ട്. അപ്പം അക്ബർ ചക്രവർത്തി സർ അല്ലെങ്കിൽ മിയ പദവി കൊടുത്തി ആദരിച്ച സംഗീതജ്ഞനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് താൻസനാണ്. അക്ബർ ചക്രവർത്തിയുടെ
സദസ്സിലെ ആസ്ഥാന ഗായകനാരെന്ന് ചോദിച്ചാലും അതാരാണ്? താൻസൻ ആണ്. അതൊക്കെ PSCയുടെ ചോദ്യങ്ങളാണ് കേട്ടോ. ഒപ്പം തന്നെ നോക്കിക്കേ, സംഗീതത്തിലെ ഒരുപാട് അത്ഭുതങ്ങൾ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കലൊരു നമ്മളുടെ പണ്ഡിത സദസ്സിൽ നടന്ന സംഭവം ഇവിടെ പറയുന്നുണ്ട്. അതായത് അദ്ദേഹം താൻസനെ തൻ്റെ അത്ഭുത ശക്തി തെളിയിക്കാനായിട്ട് വെല്ലുവിളിക്കുന്നു. അദ്ദേഹം അത് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പാടി ഉച്ചസ്ഥാനിയിൽ എത്തിയ സമയത്ത് അവിടെ എന്ത് സംഭവിക്കുവാണ്? അതായത് പ്രകാശം പരന്ന് ആ സദസ്സിൽ മുഴുവനും ദീപങ്ങളും തെളിഞ്ഞ് അവിടെ എന്താണ്? പ്രകാശം പരന്നു. ദീപക് എന്ന രാഗമായിരുന്നു അദ്ദേഹം ആലപിച്ചത്. ഇതുപോലെ തന്നെ അദ്ദേഹം മേഘൽ മഹാർ രാഗം പാടി മഴ പെയ്യിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട് സംഗീത ചരിത്രകാരന്മാർ പറയുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇദ്ദേഹം അന്തരിക്കുന്നതാണ്. ഇദ്ദേഹം അന്തരിക്കുന്നത് 1589 ഏപ്രിൽ 26-നാണ്. ലാഹോറിൽ വെച്ചിട്ടാണ് താൻസൻ ഇഹലോകവാസം വെടിഞ്ഞത്. അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ബിലാസ് ഖാൻ ചിട്ടപ്പെടുത്തിയ രാഗമാണ് പ്രസിദ്ധമായ ബിലാസ് ഖാനി തോടി സംഗീതം. ഓക്കെ, അപ്പം ഇതിന് നമുക്ക് പല രീതിയിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. പ്രഗത്ഭ സംഗീതജ്ഞനായിരുന്ന മുത്തുസ്വാമി ദീക്ഷരും കേരളത്തിലെ പ്രശസ്ത സംഗീതജ്ഞനായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും അമൃതവർഷിണി എന്ന രാഗം പാടിയപ്പോൾ മഴക്കാലമല്ലാതിരുന്നിട്ടും മഴ പെയ്തതായിട്ട് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പം സംഗീതത്തിൻ്റെ അത്ഭുത സിദ്ധികൾ ഇവിടെ അവസാനിക്കുന്നില്ല. രോഗചികിത്സയ്ക്കും കാർഷികോൽപ്പന്ന വർധനവിനും സംഗീതത്തിൻ്റെ സിദ്ധികളെ ആധുനിക കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ 3 പേരുടെ പേരുകളാണ് പഠിക്കുന്നത്. ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ. 3 പേരുടെ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ്. തൻ്റെ ജീവിതം മുഴുവനും അവരെന്താണ്? സംഗീതത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച വ്യക്തികളാണ്. ഒപ്പം തന്നെ കർണാടക സംഗീതത്തിൻ്റെ ആധുനിക കാലഘട്ടത്തിലെ വളർച്ചയിൽ ഇവരുടെ സംഭാവനകൾ വളരെ നിർണായകമായിട്ടുള്ള പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. തമിഴ്നാട് സംസ്ഥാനത്തിലെ തിരുവയ്യാർ എന്ന സ്ഥലത്താണ് ഇവർ 3 പേരും ജനിച്ചത്. ഓക്കെ, ഇനി അടുത്ത് നമുക്കറിയാം, നമ്മൾ പറയാൻ പോകുന്ന PSCയുടെ ഇഷ്ട ചോദ്യങ്ങൾ വരുന്നൊരു വ്യക്തിയാണ് സ്വാതി തിരുനാൾ അല്ലേ. അപ്പം ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? സംഗീതജ്ഞന്മാരിലെ മഹാരാജാവും രാജാക്കന്മാരിലെ സംഗീതജ്ഞനും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വരുന്ന മിക്ക ചോദ്യങ്ങൾ നമ്മുടെ SCERT സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്നതാണ്. ഈ ഒരു പോർഷനൊക്കെ നിങ്ങൾ SCERT തന്നെ വായിച്ച് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? അനായാസമായിട്ട് ഉത്തരങ്ങൾ രേഖപ്പെടുത്താനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മൾ ചോദിച്ചിരിക്കുന്ന എന്താണ്? നമ്മൾ പറയുന്നത് കേരളത്തിലെ രാജാക്കന്മാരിൽ സംഗീതജ്ഞന്മാരിലെ മഹാരാജാവും രാജാക്കന്മാരിലെ സംഗീതജ്ഞനും എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്തായിരുന്നു? തിരുവിതാംകൂർ രാജ്യത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയാണ്. സ്വാതി തിരുനാൾ എന്നറിയപ്പെടുന്ന രാമവർമ്മ. കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഒരേപോലെ പ്രാവീണ്യമുള്ള വ്യക്തിയായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം അനേകം സംഗീത പ്രതിഭകളുടെ പ്രയത്നം കർണാടക സംഗീതത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാവാനും ഇടയായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഉണ്ണായി വാര്യരെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓമന തിങ്കൾ കിടാവോ അല്ലേ? ഓമന തിങ്കൾ കിടാവോ അല്ലേ തുടങ്ങുന്ന ഈ ഒരു ലല്ലബി കേരളത്തിലെ സംഗീത പാരമ്പര്യം മികവറ്റതാക്കിയ സംഗീത പ്രതിഭയാണ് ഇദ്ദേഹം. ആരാണ്? ഇരയിമ്മൻ തമ്പി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്വാതി തിരുനാളിൻ്റെ ഗുരുവാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ അംഗമായ വ്യക്തിയാണ് ഇരയിമ്മൻ തമ്പി. അദ്ദേഹം 20ാമത്തെ വയസ്സിലാണ് ആട്ടക്കഥകളായ കീചകവധം. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഉത്തരാ സ്വയംവരം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ കുഞ്ഞു നാളിൽ സ്വാതി തിരുനാളിന് പാടി ഉറക്കാനായിട്ട് അമ്മയ്ക്ക് മഹാറാണിക്ക് എഴുതി കൊടുത്ത താരാട്ടുപാട്ടാണ് ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിത. ഓക്കെ, അടുത്തത് MS വിശ്വനാഥൻ. ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത സംഗീത സംവിധായകനാണ് അദ്ദേഹം. പാലക്കാടുകാരനാണ്. ഒപ്പം തന്നെ തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിലായിട്ട് 1000-ലധികം സിനിമകൾക്ക് സംഗീത സംവിധാനം ചെയ്ത വ്യക്തിയാണ്. 500-ലേറെ ഗാനങ്ങൾ ആലപിക്കുകയാണ്. ലളിത സംഗീതത്തിൻ്റെ രാജാവ് എന്ന അർത്ഥത്തിൽ മെല്ലിസൈമ മന്നർ. നോക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. മെല്ലിസൈ മന്നർ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം 1952-ലാണ് പണം എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം ചെയ്തത്.
അദ്ദേഹം സിനിമാ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. അദ്ദേഹം 87-ാം വയസ്സിൽ ചെന്നൈയിൽ വെച്ച് അന്തരിക്കുകയും ചെയ്തു. അടുത്ത് നമുക്കറിയാം അമേരിക്കക്കാരനായ മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ ഒപ്പം തന്നെ ഡാൻസിലും ഒപ്പം തന്നെ സംഗീതത്തിലും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയാണ്. വടക്കേ അമേരിക്കയിലാണ് അദ്ദേഹം ജനിച്ചത്. ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനും നർത്തകനും അഭിനേതാവും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന വ്യക്തിയാണ്. കിങ് ഓഫ് പോപ്പ്, പോപ്പ് രാജാവ് എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ വിനോദിപ്പിച്ച വ്യക്തി എന്ന പേരിൽ ഗിന്നസ് പുസ്തകത്തിൽ ഇടം നേടിയ കലാകാരനാണ്. മനുഷ്യന് ശാരീരികമായി ചെയ്യുവാനുള്ള വളരെ പ്രയാസമുള്ള റോബോട്ട്, മൂൺ വാക്ക് തുടങ്ങിയ നൃത്തശൈലികം ഇദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തി. 2009 അദ്ദേഹം ഹൃദയാഘാതത്തെ തുടർന്ന് മരണം അടയുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് സംഗീതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.